ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ SM സ്ട്രീറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വ്ലോഗാണ്, ഒരു കുട്ടി വ്ലോഗ്, ഒരു 10 മിനിറ്റ്സുള്ളൊരു വ്ലോഗാണ്. അപ്പോൾ ഞങ്ങളിതാ രാവിലെ തന്നെ അനീതി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ട് വരികയായിരുന്നു. അപ്പോൾ അതാണ് അവൾ ചെറുതായിട്ട് ഉറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവളുടെ ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ അവളുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ബസ്സിൽ കയറി ഒരു ഒരു 3/4 മണിക്കൂർ ഉണ്ടാവും ഞങ്ങൾക്ക് ടൗണിൽ എത്തണമെങ്കിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാവൂർ റോഡ് ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ സ്ക്വയറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് കമ്മൽ കളക്ഷൻസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. കാരണം ഇയറിങ്സ് നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ഭയങ്കര ക്രേസാണ് ഇയറിങ്സിൻ്റെ അടുത്ത്. ഞാനും അനീതിയും അതെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ പക്ഷേ ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപോലെയുള്ള. ഇപ്പം തന്നെ അമ്മയുടെ അടുത്ത് നിന്ന് വഴക്കാണ്, ഇതെന്തിനാ ഇത്രയും ഇങ്ങനെ വാങ്ങി വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മളിങ്ങനെ ഇടുന്നില്ലല്ലോ, എന്തെങ്കിലും ഒരു ഒക്കേഷൻസ് വരുന്ന സമയത്തല്ലേ ഇടുന്നുള്ളൂ. ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്തൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ തൊട്ട് കാണിച്ചിട്ടുള്ള ആ ഗ്രീൻ എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതും മയിൽപ്പീലിയുടെ ഒരു ഡിസൈൻ വരുന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു കമ്മലും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ല. പക്ഷേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഈ അടുത്ത് അങ്ങനെ ഒരു ഒക്കേഷൻസ് ഒന്നും വരാനില്ല, ഞങ്ങൾക്കൊരു ഫംഗ്ഷൻസ് ഒന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ എന്താണോ കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒന്നും വാങ്ങുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഫോണുകൾക്ക് ഗാർഡും കേസും ഇടാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിന് ജസ്റ്റ് ഒന്ന് ഗാർഡ് ഇട്ടാൽ മതിയായിരുന്നു, കേസ് ഉണ്ടായിരുന്നു ഓൾറെഡി. അനിയത്തിയുടെ ഫോണിന് ഗാർഡും വേണം, കേസും വേണം, അതുപോലെ തന്നെ അമ്മയുടെ ഫോണിനും. അപ്പോൾ ഞങ്ങൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് നോക്കി. അവർ നല്ലൊരു സർവീസൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കിച്ചൺ യൂട്ടൻസിൽസൊക്കെ ആയിരുന്നു സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും നല്ല വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് അടുത്ത സെക്ഷനിൽ എത്തിയപ്പം ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്ത ഡിസൈൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ജസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് തന്നെ ആയതുകൊണ്ട് അധിക ഷോപ്പുകളും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അതാ കുട്ടി കുട്ടി മാനിക്യൂൻസ് ഉണ്ട് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഭയങ്കര ക്യൂട്ടാണല്ലോ മക്കളെ മാനിക്യൂൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള കളക്ഷൻസൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ജീൻസൊക്കെ ആയിരുന്നു കേട്ടോ മെയിനായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ സോക്സ് ഉണ്ടായിരുന്നു. ഇത് അതുപോലെ 3 പെയർസിന് വരുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പം പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ ഇവിടെ 250 റുപ്പീസിൻ്റെ ടോപ്പാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ അതിന് സ്ലിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അംബ്രല്ല കുർത്തിയാണ് ഇഷ്ടം. സോ ഞാൻ അതാണ് എപ്പോഴും വിയർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്ലോത്തിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അംബ്രല്ല കുർത്തി ഉണ്ടോയെന്ന്. ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറിയപ്പോൾ ഇവിടെ ആണെങ്കിൽ അതുപോലെ തന്നെ പാത്രങ്ങൾക്ക് ഒക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പ്ലേറ്റും ബൗൾസും അതുപോലെ തന്നെ സ്പൂണുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക്, പിന്നെ അതുപോലെ തന്നെ കാണാൻ എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള
സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് ഇവിടേക്കാണ്. ഇത് നമ്മൾ എന്തായാലും എസ് എം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഹൽവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഹൽവാസാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. 2 ഫ്ലേവേഴ്സ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ISROയിലായ സമയത്ത് ഞാൻ ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ വാങ്ങി കൊണ്ടുപോകാറുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ നമ്മുടെ ഹൽവ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇവിടെ സൺഡേ മാളിൽ കയറി നോക്കി. അപ്പോൾ അവിടെ ഒരുപാട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ്സും അതുപോലെ തന്നെ ട്രീസും അങ്ങനത്തെ എന്താ പറയുക, നമ്മുടെ ക്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ അത്തറിനൊക്കെ 3 മില്ലിക്ക് 50 റുപ്പീസ്, അതുപോലെ 100 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫാൻസി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതുപോലെ 60 റുപ്പീസിൻ്റെയും 100 റുപ്പീസിൻ്റെയും ഒക്കെ ഇയർ റിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഏതെടുത്താലും 5 രൂപ. പിന്നെ കുറേ സ്റ്റോണൊക്കെ ഉള്ള ബാംഗിൾസ്. അപ്പം എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ റോസ് ഗോൾഡ്, ബ്ലാക്ക് മെറ്റലൊക്കെയാണ് ഞാൻ നോക്കാറുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 100 റുപ്പീസിൻ്റെയും 60 റുപ്പീസിൻ്റെയും ഒക്കെ ഇയർ റിങ്സ് വരുന്നത്. അങ്ങനെ ഞാൻ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ എത്തിയിട്ടുള്ളത് ഇപ്പം റോസ് ഗോൾഡ് ബാംഗിൾസിൻ്റെ അടുത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ് ഗോൾഡ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ റോസ് ഗോൾഡ് ബ്ലാക്ക് മെറ്റലിനെക്കാട്ടും കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് റോസ് ഗോൾഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പം ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പം അങ്ങനെ ആരും എന്താ പറയുക, കസ്റ്റമേഴ്സൊന്നും കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു കംപ്ലൈൻറ്റുമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് എടുത്തേക്കാന്ന്. ഇപ്പം ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു റോസ് ഗോൾഡിൻ്റെ ബാംഗിൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് എന്തായാലും ഇടാമെന്ന്. കാരണം എൻ്റെ അടുത്ത് ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ അത്ര പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ എങ്ങനെ ഇപ്പോൾ 150 റുപ്പീസിൻ്റെതാണല്ലോ. അപ്പം ഞാനത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ജസ്റ്റ് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു സംഭവം കൂടി ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്തായാലും അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. അങ്ങനെ സൺഡേ മാളിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല, അത് നേരെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒരുവിധം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങനെയാണ് ആ നായ്ക്കുട്ടി പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് നേരം അതിനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞങ്ങളുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ബസ് വന്നപ്പോൾ ഞാൻ വേഗം അതിനകത്ത് കയറിയിരുന്നു. വേഗം സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈം അങ്ങനെ ബസ്സിൽ റഷൊന്നും ഉണ്ടാകാത്തൊരു ടൈമാണല്ലോ. സോ ഞങ്ങൾക്ക് വേഗം തന്നെ സീറ്റൊക്കെ കിട്ടി. ഞങ്ങളുടെ ഷോപ്പേഴ്സ് 2 എണ്ണവും ഞങ്ങൾ സെൻറ്ററിൽ വെച്ച് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ഇരുന്ന്. ഇതിന് മുമ്പൊരു പ്രാവശ്യം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന SM സ്ട്രീറ്റിലെ ഇതുപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു വീഡിയോയിൽ ഞാൻ ഈ സ്ക്വയറും അതുപോലെ തന്നെ നമ്മുടെ ഈ മാനാഞ്ചിറയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ കുറച്ച് ട്രിവാൻഡ്രത്തും അവിടെയൊക്കെയുള്ള ഫ്രണ്ട്സൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെക്കാട്ടും നല്ല ക്ലാരിറ്റിയിൽ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, ക്യാമറയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടി ആ ഒരു വ്യൂ എടുക്കുന്നത്. കാരണം നമുക്ക് നല്ല രസമാണല്ലോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണാമല്ലോ. എപ്പോഴും നമ്മളിപ്പോൾ ടൗണിലൊന്നും വരാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ, പക്ഷെ നമുക്ക് മാനാഞ്ചിറ സ്ക്വയറൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടെയാണ് കേട്ടോ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ദേ നമ്മുടെ മിക്കവരുടെയും ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള പാരഗണൊക്കെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇതേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആളെ അടുത്തേക്ക് ഇരുന്നത്. ഞങ്ങളിതാ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ടുണ്ട്. അതിനുമാത്രം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ചെറുതായിട്ടൊക്കെ ടയേർഡായി. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ടാറ്റാ.